എൻ്റെ പേര് ഫാദർ ലിബിൻ. എൻ്റെ വീട് എറണാകുളം ജില്ലയിലെ വൈപ്പിനിൽ ഓച്ചന്തുരുത്താണ്. വളപ്പ് നിത്യസഹായമാത പള്ളി ആണ് എൻ്റെ ഇടവക. വീട്ടിൽ അപ്പയും അമ്മയും അനിയനോടൊപ്പം നിങ്ങളൊരു ചെറിയൊരു കുടുംബമാണ്. അപ്പച്ചൻ ഇതിൻ്റെ അകത്ത് കൂടുതലായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലാണ് ആയിരിക്കുക. ഞങ്ങൾക്കൊരു പാലിയേറ്റീവ് കെയർ ഉണ്ട് വൈപ്പിനിൽ തന്നെ, സ്കൂൾ മുറ്റത്ത് ജെറമിയ ബെർത്തോണി പാലിയേറ്റീവ് കെയർ സെൻറ്റർ അദ്ദേഹം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കുറേയേറെ രോഗികളായിട്ടുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും പ്രത്യേകിച്ച് ഇങ്ങനെ കിടപ്പ് രോഗികളെ താമസിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അതോടൊപ്പം തന്നെ അവിടെ നമുക്ക് പാലിയേറ്റീവായിട്ട് മറ്റു കാര്യങ്ങൾ പോലെ ലാബുണ്ട്, ICUവും പിന്നെ ഫിസിയോതെറാപ്പി സെൻറ്ററും ഒക്കെ ഇങ്ങനെ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാം ഇത് എല്ലാ രോഗികൾക്കും അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ അവർക്കുള്ള ഭക്ഷണവും അതുപോലെ തന്നെ ജനറൽ ഹോസ്പിറ്റലിൽ ഒരു കിച്ചൺ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ രോഗികൾക്ക് 4 നേരമാണ് നമ്മൾ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ബൈസ്റ്റാൻഡേഴ്സിന് ഒരു നേരം ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നു, ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് 20 വർഷത്തോളമായി അദ്ദേഹം ഈ ഒരു പ്രവർത്തനത്തിലാണ്. അമ്മ വീട്ടിൽ തന്നെയാണ്. അപ്പയെ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് ഞങ്ങളുടെ വീട്ടിലാണ് ഈ ബൈസ്റ്റാൻഡേഴ്സിനുള്ള ഫുഡ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് അമ്മയാണ്. പിന്നെ എൻ്റെ അനിയനാണ് ഈ പാലിയേറ്റീവിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുക. പാലിയേറ്റീവ് അക്കൗണ്ട്സും കാര്യങ്ങളെല്ലാം അദ്ദേഹമാണ് നോക്കിക്കൊണ്ടിരിക്കുക. ഇതാണ് ഞങ്ങളുടെ ആ ഒരു ചെറിയ കുടുംബം. ഏപ്രിൽ 12 തിരുപ്പട്ടം സ്വീകരിക്കുന്നത്. നമ്മുടെ എറണാകുളത്ത് സെയിൻറ്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ ജോസഫ് പിതാവിൻ്റെ കൈവപ്പൊഴിയായിട്ടാണ് തിരുപ്പട്ടം സ്വീകരിക്കുക. അതിനെക്കുറിച്ച് മുന്നേയുള്ള ദിവസങ്ങൾ ഒന്ന് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ തിരുപ്പട്ടത്തിനോട് അടുക്കുമ്പോഴേക്കും കുറേയേറെ ചോദ്യങ്ങളിങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. കാരണം സ്പിരിച്വൽ ഫാദർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ഗോള് ഒരു വൈദികനായി തീരുക എന്നത് മാത്രമാണെങ്കിൽ ഈ ഏപ്രിൽ 12 കഴിയുമ്പോൾ നിൻ്റെ ലക്ഷ്യം തീർന്നു പോകും. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നീ അച്ഛനായിരിക്കുക? അപ്പോൾ ഈ ഒരു ചോദ്യം മനസ്സിലിങ്ങനെ കുറേയേറെ തവണ ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഉണ്ടായിരുന്നത് സന്തോഷം കൊടുക്കുക, ആൾക്കാർക്ക് ഈശോയെ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ പലപ്പോഴും ആ ഒരു ചിന്ത ആ ദിവസം വരെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നു. ഈ തിരുപ്പട്ട ദിവസം ഏപ്രിൽ 12 സകല വിശുദ്ധരുടെയും ലുത്തീനിയ പാടുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് ഈ വൈദികനാകുവാനുള്ള വ്യക്തി അൾത്താരയുടെ മുന്നിലായിട്ട് സാഷ്ടാംഗം പ്രണമിച്ച് ഇങ്ങനെ കിടക്കും. ആ ഒരു സമയം ഇങ്ങനെ ഓർത്തെടുത്തു. ആ ഒരു നിമിഷം ആ ലുത്തീനിയ പാടി കഴിയുന്നത് വരെ ഇങ്ങനെ അൾത്താരയിൽ കിടക്കുമ്പോൾ കണ്ണിൽ നിന്നോ ഇങ്ങനെ ധാരധാരയായിട്ട് ഇങ്ങനെ കണ്ണീര് വഴിയാണ്. മനസ്സിലേക്ക് വന്ന ഒരു വചനം ഇതായിരുന്നു. യേശയ്യാപ്രവാചകന്റെ പുസ്തകം 43 അധ്യായത്തിലെ 1 വാക്യം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. എവിടെയൊക്കെയോ ഉള്ള ചോദ്യത്തിനൊരു ഉത്തരം കിട്ടിയ പോലെയുള്ളതാണ് ആ ഒരു വചനം. അകത്തുണ്ടായിരുന്ന ഭയപ്പാടും സംഭവമൊക്കെ എവിടെയോ പോയ പോലെ തോന്നിയായിരുന്നു. ഈ കണ്ണീർക്ക് ഇങ്ങനെ കലങ്ങിയാണ് പിതാവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലു കയറുക. പക്ഷേ ആ മനസ്സിൽ ആ വചനം ഇങ്ങനെ ശക്തി നൽകിക്കൊണ്ടിരുന്നു. കാരണം കർത്താവ് തന്നെയാണ് പറയും, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തു, നീ ഭയപ്പെടേണ്ട, കാരണം നിൻ്റെ പേര് ഞാൻ ചൊല്ലി വിളിച്ചിരുന്നിട്ടുണ്ട്. ആ ഒരു നിമിഷമാണ് എന്തിനാണ് ശരിക്കും ഒരു വൈദികനായി തീരേണ്ടതെന്ന് മനസ്സിലായത്. ഈശോയായി തീരുവാൻ, അല്ലെങ്കിൽ ഈശോയെ കൊടുക്കുവാൻ തന്നെയാണ് വൈദികനായി തീർന്നത്. ഈ ഒരു അച്ഛനായിട്ട് 2 കൊല്ലം തികയുമ്പോൾ 3ഓളം ഇടവകളിൽ ഇരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കുറേയേറെ അനുഭവങ്ങൾ എൻ്റെ ജീവിതം എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കി തരുവാനായിട്ടും സാധിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഇടവക കോതാട് ഇടവകയിൽ എല്ലാ മാസവും ഇങ്ങനെ ഈ രോഗികൾക്ക് ദിവ്യകാരുണ്യം കൊടുക്കുവാനായിട്ട് പോകുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് ഈ ഒട്ടും വയ്യാത്ത വൃദ്ധന്മാരായിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക് പോകും. ഒരു ദിവസം ഇതുപോലെ ദിവ്യകാരുണ്യമായിട്ട് ചെല്ലുമ്പോൾ ഒരപ്പച്ചൻ നല്ല പളുപളുത്ത ജുബ്ബയും മുണ്ടുമൊക്കെ എടുത്ത് മേക്കപ്പൊക്കെ ചെയ്തതുപോലെ നല്ല പൗഡറൊക്കെ ഇട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്.
അദ്ദേഹത്തിൻ്റെ വായിൽ പല്ലൊന്നുമില്ല, ഇപ്പോഴും ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. 80 വയസ്സായി അപ്പച്ചന്. അപ്പോൾ ചോദിച്ച കാര്യം ഇതാണ്, പക്ഷേ ദിവ്യാനുമായിട്ട് വന്നിട്ടുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത്? അല്ലെ കല്യാണത്തിലല്ലേ പോകാനായിട്ടാണോ ഈ ദിവ്യാനെ സ്വീകരിച്ചു കഴിഞ്ഞിട്ട്? അപ്പച്ചൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, എൻ്റെ ഈശോയെ സ്വീകരിക്കാനായിട്ട് ഞാൻ ഒരുങ്ങിയില്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഒരുങ്ങണേ? ആ ഒരു സമയം മനസ്സിൽ എന്തൊക്കെയോ ഇങ്ങനെ മിന്നി മറയുന്നുണ്ടായിരുന്നു. കാരണം എല്ലാവരും എന്നെ കാത്തിരിക്കുന്ന, ഒരുങ്ങിയിരിക്കുന്ന ആ ഈശോയെ എൻ്റെ കൈകളിലൂടെയാണ് മറ്റുള്ളവർക്ക് ലഭിക്കുന്നതെന്നുള്ളൊരു സന്തോഷം കണ്ണിൽ നിന്ന് കണ്ണുനീരായിട്ട് അന്ന് വന്നു ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ ഒരു ദിവസം ചെല്ലാനത്ത് ഒരു അങ്കിളുടെ വീട്ടിൽ ചെന്ന സമയത്ത് ഈ വഴിയിലരികിൽ കുറച്ച് അപ്പച്ചന്മാരിരിപ്പുണ്ട്. ഈ ലോഹിയിട്ടാണ് അവരുടെ അടുത്തേക്ക് ചെല്ലുക. ലോഹിയിട്ട് അടുത്തേക്ക് ചെന്നപ്പോഴേക്കും ഇവർ ഇങ്ങനെ ചാടി എഴുന്നേറ്റ് മുണ്ടൊക്കെ ഇങ്ങനെ നിലത്തേക്ക് ഇട്ടു. എന്നിട്ട് അവർ സന്തോഷത്തോടുകൂടി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നീങ്ങിയപ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്ന ചേട്ടൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ആ ഇരിക്കുന്നത് ഇവിടുത്തെ ആസ്ഥാന കുടിയന്മാരാണ്. ആ ഒരു നിമിഷം ഈ ഒരു ലോഹ കണ്ടപ്പോൾ അവർക്കുണ്ടായിരുന്ന ആ ഒരു ബഹുമാനം, ആ ഒരു സ്നേഹം, കർത്താവേ അത് എൻ്റെ അല്ല, എന്നിൻ്റെ അകത്തുള്ള ഈശോയാണ് എന്ന് ഓർപ്പിച്ച നിമിഷങ്ങൾ. ഇങ്ങനെ കുറേയേറെ അനുഭവങ്ങൾ ഈ ഒരു 2 കൊല്ലം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആയിരിക്കുന്ന കൊരട്ടി അമലോത്ഭമാത ദേവാലയത്തിൽ വെച്ചിട്ട് കുറേയേറെ ആളുകൾ ഇങ്ങനെ സംസാരിക്കാൻ വരുമ്പോൾ അവർ പറയുന്നൊരു അനുഭവം എൻ്റെ വൈദികനായി തീരുമാനമുള്ളതിനെക്കുറിച്ച് തന്നെയാണ്. അവർ പറയുന്നത് ഇങ്ങനെയാണ്, അച്ഛനോട് കുറച്ച് നേരം സംസാരിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം കിട്ടുന്നുണ്ട്. എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം പലപ്പോഴും ഈ ആളുകളിലൂടെ കിട്ടിക്കൊണ്ടിരുന്നത്, എന്തിനു വേണ്ടി ഞാൻ അച്ഛനായത്? മറ്റുള്ള ജീവിതത്തിൽ സന്തോഷം കൊടുക്കുവാനാണ്. എന്നാൽ അത് എങ്ങനെ എന്നിൽ നിന്ന് വരുന്നതെന്ന് മനസ്സിലാക്കി തന്നത് ഈ ആളുകളാണ്. അൾത്താരയിൽ ഈശോയെ ഇങ്ങനെ കൈകളിലെടുക്കുമ്പോൾ ആ ഈശോയെ തന്നെയാണ് ഞാനും സ്വീകരിക്കുന്നത്, എൻ്റെ ഉള്ളിലും ആ ഈശോയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആളുകളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുതന്നെയാണ് ഒരു വൈദികനായിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുക. ഞാനായിരിക്കുമ്പോൾ ഈ ലോഹയിൽ ആളുകളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർക്കുണ്ടാകുന്ന ആനന്ദം, അതുതന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ ശക്തിയായി ഇപ്പോഴും നിലനിൽക്കുക. തിരുപ്പട്ടം സ്വീകരിച്ചു കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് ആദ്യത്തെ കുർബാന അർപ്പിച്ചത്. എൻ്റെ ഇടവക പള്ളിയായ വളപ്പ് നിത്യസഹായ മാതാ പള്ളിയിലായിരുന്നു ആദ്യത്തെ കുർബാന. ഇങ്ങനെ കുറേയേറെ വർഷങ്ങൾക്കുള്ള കാത്തിരിപ്പിന് ശേഷമുള്ള ദിവസം. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ആ ഒരു ദിവസത്തിൽ. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടെ തന്നെയാണ് കുറച്ചധികം ടെൻഷനും ഹൃദയത്തോടു കൂടി ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ദേവാലയത്തിലേക്ക് കുറേയേറെ പരിചിതമായ മുഖങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ കയറി ചെല്ലുക. പക്ഷേ കുർബാന തുടങ്ങിക്കഴിഞ്ഞതു മുതൽ സൗണ്ട് ഇങ്ങനെ ഇടറാനായിട്ട് തുടങ്ങി. ഞാൻ എൻ്റെ കൈകൾ വഴിയായിട്ട് ഈശോ ഈ പരിശുദ്ധമായ കൂദാശയിൽ എഴുന്നള്ളി വരുന്നുള്ള ഒരു ചിന്ത ഭയങ്കരമായിട്ട് മനസ്സിനിങ്ങനെ ഉലക്കുന്നുണ്ടായിരുന്നു. ആ സമയം മുതൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു വിറയലോടുകൂടെ തന്നെയാണ് ആ പരിശുദ്ധമായ കുർബാന ചൊല്ലിത്തീർക്കാനായിട്ട് പറ്റിയത്. ഈ നന്ദി പറയുന്ന സമയത്ത്, കൂദാശ വചനങ്ങൾ പറയുന്ന സമയത്തൊക്കെ പലപ്പോഴും മുഴിപ്പിക്കാനായിട്ട് സാധിക്കാതെ ഒന്ന് നിന്നുപോയിട്ടുണ്ട്. ഇത്ര വലിയ കൂദാശ എൻ്റെ കൈകളിലൂടെ കർത്താവ് ഈ ഒരു അൾത്താരയിൽ അപ്പവും വീഞ്ഞും ഈശോയുടെ തിരുശരീരവും തിരക്തവുമായി തീരുമല്ലോ കർത്താവ് എന്നുള്ളൊരു ബോധ്യം, അത് വല്ലാതെ ഇങ്ങനെ മനസ്സിനെ സന്തോഷിപ്പിച്ചിരുന്നു. ആ ഒരു കുർബാനയ്ക്ക് ശേഷം പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ദിവ്യബലികളിലും ഈശോ ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്നെ കരയിപ്പിച്ച ഒരു പരിശുദ്ധ ബലി അർപ്പിച്ചത് ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുന്ന ഈ ഒരു ചെറിയ ദേവാലയത്തിൽ വെച്ചിട്ടുള്ള ദിവ്യബലി അർപ്പണമാണ്. ഞാനിപ്പോൾ ഇരിക്കുന്നത് എൻ്റെ അപ്പച്ചൻ നടത്തുന്ന പാലിയേറ്റീവ് കെയറിലാണ്. അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ചാപ്പലാണിത്. ഈ ചാപ്പലിലെ സക്രാരിയിൽ 12/4/2023 ഡേറ്റ് കൊത്തിവെച്ചിട്ടുണ്ട്.
എൻ്റെ ഓർഡിനേഷൻ ഡേറ്റാണത്. ആ ഒരു ഓർഡിനേഷൻ ഡേറ്റ് ഓർമ്മപ്പെടുത്തുന്നതും ഈ ഒരു ചാപ്പൽ സമ്മാനമായി നൽകിയപ്പോഴപ്പം പറഞ്ഞത് ഇങ്ങനെയാണ്: നിൻ്റെ ഈ വൈദിക ജീവിതത്തിന് പുറകിൽ കുറേയേറെ പ്രാർത്ഥിക്കുന്ന കരങ്ങളുണ്ട്, കുറേയേറെ ത്യാഗങ്ങളുണ്ട്. ആ ത്യാഗങ്ങൾക്കുള്ള വലിയൊരു ഉത്തരമാണ് നിൻ്റെ പൗരോഹിത്യം. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇതിനെ കളങ്കപ്പെടുത്തരുത്. ഈ അൾത്താരയിലായിരിക്കുമ്പോൾ, ഈ ഒരു ചാപ്പലിലായിരിക്കുമ്പോൾ വൈദികനായി തീരുവാൻ സാധിച്ച വലിയ നന്ദിയോടുകൂടെയാണ് ആയിരിക്കുക. കർത്താവിനോട് ഇനിയും കൂടുതൽ അടുത്തിരിക്കുവാനും എപ്പോഴും നന്ദിയുള്ളവനായിരിക്കുവാനും ശ്രമിക്കാനായിട്ട് ഈ ഒരു ചാപ്പൽ എപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ആദ്യം മുതൽ മനസ്സിലുണ്ടായിരുന്നതുപോലെ ആളുകൾക്ക് സന്തോഷം കൊടുക്കുവാൻ, ഈശോ ആയിരുന്നതുപോലെ എല്ലാവരിലേക്കും എത്തിച്ചേരുവാനായിട്ട് ഇനിയും സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി കുറേയേറെ പ്രാർത്ഥിക്കുന്ന കരങ്ങൾ എൻ്റെ പുറകിലുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ലിബിനച്ഛൻ്റെ അപ്പച്ചനാണ്. എൻ്റെ മനസ്സിലേക്ക് ശുശ്രൂഷ തുടങ്ങിയ കാലത്ത് മകൻ പുരോഹിതനാകണമെന്നുള്ള ആഗ്രഹമായിരുന്നു എൻ്റെ മനസ്സിലേറ്റവും കൂടുതലുണ്ടായിരുന്നത്. അന്ന് ജനറൽ ഹോസ്പിറ്റലിൽ ഒരു പ്രാർത്ഥനയ്ക്ക് ഞാൻ ദൈവത്തോട് യാചിച്ച് പ്രാർത്ഥിച്ചത്, ദൈവമേ, പൈസ ചോദിച്ച് ഞാനൊരു സ്ഥലത്തും പോകില്ല. എനിക്കിന്ന് ഈ ജനറൽ ഹോസ്പിറ്റലിൽ പൈസ കൊണ്ട് തന്നെ ഈ ശുശ്രൂഷയ്ക്ക് നിന്നോട് ഞാൻ വിശ്വസ്തനായിരിക്കും. പകരം നീ എൻ്റെ മൂത്ത മോനെ പുരോഹിതനുമാക്കണം, രണ്ടാമത്തെ ആളെ ഈ ശുശ്രൂഷയിലേക്ക് എൻ്റെ ഒപ്പം കൊണ്ടുവരണം. അത് രണ്ടും സംഭവിച്ചു. അന്ന് ഇതുപോലെ എനിക്കൊരു വചനം തന്നു ദൈവം. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1 തുടങ്ങി 6 വരെയുള്ള തിരുവചനങ്ങൾ. നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതയേക്കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിൻ്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിൻ്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടും ആട്ടിൻപറ്റും അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ അപ്പക്കുട്ടയും മാവ് വയ്ക്കുന്ന കലവും അനുഗ്രഹിക്കും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. 2 ആൺമക്കളെ ദൈവം തന്നു. ഞാൻ അടിച്ചു പൊളിച്ച് നടന്നൊരു ജീവിതം. പക്ഷേ ഈ 2 പിള്ളേരും ഒരു മോശമായ ഒരു അഭിപ്രായവും കേൾപ്പിച്ചിട്ടില്ല, ഒന്നും കേൾപ്പിച്ചില്ല. പക്ഷേ എനിക്ക് അവർ വളർന്നു വന്നപ്പോൾ അവരെ ഏത് വകേന ഏത് വിധത്തിലും വിടാമായിരുന്നു. പക്ഷേ ദൈവവേലയ്ക്ക് വേണ്ടി അവരെ തിരഞ്ഞെടുക്കണമെന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിൽ ദൈവത്തോട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂത്താളെ പുരോഹിതനും ഇളയാളെ ഈ ശുശ്രൂഷയിലേക്ക്. ഇപ്പോൾ ഇളയാളാണ് ഇവിടുത്തെ ശുശ്രൂഷ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. മൂത്താൾ പുരോഹിതനായി. അയാൾക്ക് വേണ്ടി ഒരു കാര്യം ഞാൻ മാത്രം പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ആത്മാക്കളെ നേടുന്ന പുരോഹിതനും പിന്നെ അയാൾക്ക് പ്രത്യേകമായി നല്ല സ്വരം കൊടുക്കാനും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായി. ഇത് ദൈവം കൊടുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൗരോഹിത്യം അനുഗ്രഹമാണല്ലോ. അത് ഒരു പിതാവിനും ഒരു മാതാവിനും അതിൽ കവിഞ്ഞ് ഭാഗ്യം കിട്ടാനില്ല. കാരണം ഈ ഒരു 5 ലക്ഷം മനുഷ്യരിൽ ഒരാൾ പുരോഹിതനാവും. ആ ഭാഗ്യം അയാൾക്ക് കിട്ടി. അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ്. പൗരോഹിത്യം സന്യസ്തമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതെൻ്റെ മകനെ തന്നെ പൗരോഹിത്യത്തിലേക്ക് വിളിച്ചതിന് ദൈവത്തിനോട് ഒത്തിരി നന്ദി. പിന്നെ ഞങ്ങൾ 4 പേരും ഈ ശുശ്രൂഷയിലൂടെ കടന്നു പോകുന്നു. ഈ ശുശ്രൂഷ നമ്മൾ ദൈവത്തിൻ്റെ ആ ഒരു സന്ദേശം എത്തിക്കലാണ്. ഇപ്പം എൻ്റെ മനസ്സിലുള്ള അടുത്ത ആഗ്രഹം നമ്മളുടെ ഓരോ ഇടവകയിൽ നിന്ന് ഓരോ പാലിയേറ്റീവ് സംവിധാനം ഇടവഴി ഇറക്കുക. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും സ്വപ്നവും. അത് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥനയോടെ ഓർക്കുന്നുണ്ട്.
എൻ്റെ ദൈവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് ജനനസമയം തുടങ്ങി ഒന്ന് തുടങ്ങുമെന്ന് വിചാരിക്കുകയാണ്. കാരണം അപ്പയുടെ അമ്മയുടെ വിവാഹം കഴിഞ്ഞിട്ട് 7 കൊല്ലം കുട്ടികളുണ്ടായിരുന്നില്ല അവർക്ക്. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു ചെറിയൊരു ധ്യാന കേന്ദ്രമുണ്ട്, ക്രൈസ്റ്റ് ഭവൻ എന്നുള്ള. അപ്പോൾ അവിടെ എല്ലാ ശനിയാഴ്ച അമ്മ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു. ഒരു ദിവസം അവിടുത്തെ ബ്രദർ ഈ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് അവരുടെ മാരേജ് കഴിഞ്ഞ് 7ാമത്തെ കൊല്ലം ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, അടുത്ത വർഷം ഇത്രയേറെ ആളുകൾക്ക് ഇങ്ങനെ മക്കളുണ്ടാകുന്നതായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ അമ്മ ഈ പ്രാർത്ഥന വിശ്വസിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. പിറ്റേ വർഷം ഞാനുണ്ടായി. അതിൻ്റെ ആ പ്രഗ്നൻസി സമയത്തൊക്കെ വളരെ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. ഒന്നല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ മകൻ എന്ന രീതിയിലൊക്കെ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അമ്മ വിശ്വസിച്ചു. കാരണം എനിക്കും എൻ്റെ മകനൊന്നും പറ്റില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനിപ്പോൾ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുകയാണ്. ഈ ദൈവവിളി അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ജെറമി പ്രവാചകൻ പറയുന്ന പോലെ തന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ തന്നെ കർത്താവ് ഇങ്ങനെ വിളിച്ചതായിട്ട് വിശ്വസിക്കുകയാണ്. കുഞ്ഞുനാൾ മുതൽ ഈ അപ്പയുടെ പ്രവർത്തനങ്ങൾ കണ്ടു തുടങ്ങുന്നതോടുകൂടെ തന്നെ ഈ ഒരു ദൈവവിളി ഇങ്ങനെ ഓരോ നാൾക്ക് നാൾ കൂടി വന്നിരുന്നു. ഏറ്റവും പ്രത്യേകമായിട്ട് ഓർത്തെടുക്കാനായിട്ട് സാധിക്കുക സെമിനാരി സെലക്ഷനാണ്. 8, 9, 10 ക്ലാസ്സുകളിലേക്കായപ്പോൾ പതിയെ ആ ഒരു ദൈവവിളിയോടുള്ള കമ്മിറ്റ്മെൻറ്റ് ശരിക്കും കുറഞ്ഞു വന്ന സമയമാണ്. കൂട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ ഫുൾ ടൈം ഗെയിംസൊക്കെ ആയി സ്പോർട്സൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാറിങ്ങി നടന്ന സമയത്ത് കൊണ്ട് തന്നെ 10ാം ക്ലാസ് ആയപ്പോഴേക്കും നല്ല അന്തസ്സായിട്ട് ഉഴപ്പി 70% കുറവ് മാർക്കാണ് കിട്ടി. ആ സമയത്ത് സെമിനാരിലേക്ക് കയറണമെങ്കിൽ 2010 സെമിനാരിലോട്ട് പ്രവേശിക്കാനായിട്ട് പോവുക. 2010 ശരിക്കും മാർക്ക് വേണമായിരുന്നു ഇങ്ങനെ അവിടെ പ്രവേശനം കിട്ടണമെങ്കിൽ. അപ്പോൾ ആ സമയത്ത് റിസൾട്ട് വന്നു. അമ്മയോട് പറഞ്ഞു 70% കുറവാണ് മാർക്ക്. ആദ്യമായിട്ട് അമ്മ കരയുന്നത് കാണുന്ന ഒന്നാണ്. ഒരു വൈദികനാകണമെന്നുള്ള ആഗ്രഹം ഇങ്ങനെ ഓർമ്മ വെച്ചു തുടങ്ങി. മറ്റൊരു ആഗ്രഹങ്ങളും മനസ്സിലുണ്ടായിട്ടില്ല. എപ്പോഴോ എങ്ങനെയാണ് ഇത് വന്നതെന്ന് അറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 7 വർഷം അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് എന്നെ കിട്ടിയത്. അപ്പോൾ കുഞ്ഞിലെ 1ലും 2ലൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആരാകണമെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പോലും എനിക്കൊരു അച്ഛനായാൽ മതി എന്നുള്ള ഞാൻ പറയുന്നത് ഓർമ്മയുണ്ട്. എനിക്ക് 4ലായപ്പോൾ ശരിക്കും ഒന്ന് ടീച്ചർ ചോദിച്ച ഓർമ്മയുണ്ട്. അങ്ങനെ അച്ഛൻ കൊച്ചെന്നുള്ള പേര് ശരിക്കും 4ാം ക്ലാസ് വെച്ച് കിട്ടിയായിരുന്നു. ആ ഒരു പേര് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ വീട്ടുകാരോട് ഞാൻ ഇടയ്ക്ക് സംസാരിക്കും. ഇങ്ങനെ അവർ ചോദിക്കുമ്പോഴും എനിക്ക് ഒരു അച്ഛനായാൽ മതി എന്നാണ് അപ്പയോടും അമ്മയോടും പറയുക. അവരും ഇത് വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് ഇങ്ങനെ കേട്ടിരിക്കുക. അങ്ങനെ അതിൻ്റെ ആഗ്രഹം അതാണെങ്കിൽ അത് തന്നെ ആയിക്കോട്ടെ എന്നുള്ളതാണ് അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ആഗ്രഹം ഇങ്ങനെ ചെറുപ്പം മുതലേ മനസ്സിൽ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നു. അപ്പയും അമ്മയെ നല്ലോണം സപ്പോർട്ട് ചെയ്തു. പിന്നെ അപ്പയുടെ പ്രവർത്തനങ്ങൾ അതിന് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്തു. പ്രത്യേകമായിട്ട് ഓർക്കാനുള്ളത്, ഇടയ്ക്ക് ഈ വെക്കേഷൻ സമയത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളോട് ചേർന്ന് കുറേ ബ്രദേഴ്സ് വീട്ടിലൊന്ന് താമസിക്കുമായിരുന്നു. സെമിനാരി പഠിക്കുന്ന കുട്ടികൾ വലിയ വെക്കേഷൻ്റെ സമയത്ത് ഉടുപ്പ് കിട്ടിയ ആളുകൾ, ഉടുപ്പ് കിട്ടാത്ത ആളുകളൊക്കെ വീട്ടിലൊന്ന് താമസിക്കുമായിരുന്നു. ആ സമയത്ത് അവരുടെ പ്രാർത്ഥനയും അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ കാണുമ്പോൾ അതിനോട് കൂടുതലായിട്ടൊരു സ്നേഹം തോന്നി തുടങ്ങി. ഇങ്ങനെയാണ്, ഇങ്ങനൊരു കൂട്ടായ്മയോടുകൂടെയാണ് ജീവിക്കുന്നതെന്ന്. അപ്പോൾ ആ സമയത്ത് ഈ ഒരു ദൈവവിളി ശക്തിപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് 8ലേക്കും 9ലേക്കും 10ലേക്കും പ്രവേശിക്കുമ്പോൾ ആ പയ്യ കമ്മിറ്റ്മെൻ്റ് ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ പേടിയോടുകൂടെയാണ് ഈ സെമിനാരിയിലേക്കുള്ള ഇൻ്റർവ്യൂവിന് ചെല്ലുക. അവിടെ കല്ലറ പിതാവും കുറേ മോൺസിഞ്ഞോർമാരും ഇങ്ങനെ ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പഠനത്തെക്കുറിച്ച് ചോദിച്ചാൽ ഉറപ്പായിട്ടും എൻ്റെ കയ്യിൽ നിന്ന് പോകുമെന്നുള്ളൊരു ഉറപ്പായിരുന്നു. പക്ഷേ പിതാവ് അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. പിതാവ് ആകെ ആവശ്യപ്പെട്ടത് നല്ലൊരു പാട്ട് പാടാൻ പറഞ്ഞു. അമ്മക്ക് നല്ലോണം പാടാൻ അറിയാം, പക്ഷേ അപ്പൻ്റെ പാട്ടുകാരുടെ എല്ലാവരും ഓടും. അപ്പോൾ എനിക്ക് ആക്ച്വലി ഈ രണ്ടുപേരും മിക്സായിട്ട് കിട്ടിക്കണം. നല്ല പേടിയാണ്, എന്ത് പാട്ട് പാടുമെന്ന് അറിയില്ല. ആ സമയത്ത് കണ്ണടച്ച് 1 മിനിറ്റ് ഒന്ന് പിതാവിനോട് ചോദിച്ചിട്ടൊന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് മനസ്സിലേക്ക് വന്നത് ഈ എത്രയും ദയുള്ള മാതാവെ ചൊല്ലി എന്നുള്ളൊരു സോങ്ങാണ്. അതിലൊരു വരിയുണ്ട്, എന്നുടെ നിഴലായി നിത്യസഹായമായി മാതാവെന്നും കൂടെ വന്നു. ആ പാട്ടിങ്ങനെ മനസ്സിൽ നിന്ന് ശരിക്കും പാടി തീർത്തപ്പോൾ പിതാവ് പറഞ്ഞു, കുഴപ്പമില്ല, നീ നല്ലോണം പഠിക്കണം, നിന്നെ സെമിനാരിയിൽ എടുത്തിരിക്കുന്നു. അത് കേട്ടപ്പോൾ എവിടെ നിന്നൊരു സന്തോഷം ഇങ്ങനെ കയറി വന്നിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് ഈ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ തിരിഞ്ഞു നോക്കേണ്ടതായി വന്നിട്ടില്ല. അമ്മയെ പിന്നീട് ഒരിക്കലും കരയിപ്പിക്കാനായിട്ട് ഇടവന്നിട്ടില്ല. ആ ഒരു സെലക്ഷൻ കിട്ടിയ സമയത്ത് മാതാവിൻ്റെ ആ ഒരു സംരക്ഷണം അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നീട് സെമിനാരി പഠിക്കുന്നത് കളമശ്ശേരിയിലാണ്. +1 +2 ചെയ്തത് ചെമ്മൂക്കിലുള്ള CC വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ. ആ സമയത്ത് കുറച്ചുകൂടെയൊക്കെ ഒരു സംശയങ്ങൾ കടന്നു വന്ന ഒരു നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. കാരണം നിങ്ങൾ വളരെ കുറച്ച് ബ്രദേഴ്സ് മാത്രമാണ് +1 +2 അവിടെ പഠിക്കുക. ആ സമയത്ത് ബാക്കി കുട്ടികളുടെ ലൈഫ് സ്റ്റൈലൊക്കെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് നിൽക്കുന്നത് എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ സപ്പോർട്ടായിട്ട് അപ്പയും അമ്മയും ഈ ഇങ്ങനെ കാണാൻ വരുമ്പോൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി തരുമായിരുന്നു എന്താണ് എൻ്റെ ജീവിതം എന്നുള്ളത്. അങ്ങനെ കോളേജിലേക്ക് പ്രവേശിക്കുകയും സെയിൻറ്റ് പോൾസ് കോളേജിൽ കളമശ്ശേരിയിൽ BCom പഠിച്ചു.
ആ സമയത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായൊരു സമയമാണ്. ഞങ്ങളുടെ ഡയറക്ടറായിട്ട് ഫാദർ വിൻസെൻ്റ് വാര്യത്താണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഈ സംശയം വരുമ്പോൾ, പ്രത്യേകിച്ച് കോളേജ് ലൈഫ് നമുക്കറിയാം, ആ സമയത്ത് കുറേയേറെ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് സെമിനാരിയിലായതുകൊണ്ട് അതിനൊന്നും പോകാനായിട്ട് സാധിച്ചിരുന്നില്ല. പക്ഷേ വിൻസെൻ്റ് അച്ഛനോട് സംസാരിക്കുമ്പോൾ ദൈവവിളി എന്നുള്ള ആ മഹത്തായ ദാനത്തെക്കുറിച്ചൊക്കെ അച്ഛൻ പറഞ്ഞു തരികയും ശരിക്കും ലൈഫിലെ സന്തോഷം എന്താണെന്ന് മനസ്സിലാക്കി തരാനായിട്ട് ഒക്കെ ഇങ്ങനെ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആ ഒരു സെമിനാരിയിലെ ഡിഗ്രി ടൈം കടന്നുപോയത്. കുറേയേറെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നെങ്കിലും അച്ഛൻ്റെ ആ ഒരു സപ്പോർട്ട് ശരിക്കും കൂടെയുള്ളത് കൊണ്ട് പിടിച്ചു നിൽക്കാനായിട്ട്, മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി, അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനു സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എൻ്റെ പേര് ലീമ. ഞങ്ങൾക്ക് ഇപ്പോൾ 37 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്. 7 വർഷം വരെ മക്കളുണ്ടായിരുന്നില്ല. പ്രാർത്ഥനയിൽ പോയി അവിടെ വെച്ച് ഡിവൈനിൽ പോയപ്പോൾ 1 വർഷം കൂടി പ്രാർത്ഥിക്കാതെ കഴിയുമ്പോൾ മക്കളുണ്ടാകും എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ പടിഞ്ഞാറ് വശത്ത് ഒരു പ്രാർത്ഥനാലയം ഉണ്ടായി, അവിടെ പോയിരുന്നു. അങ്ങനെ അവിടെ ഇന്ന് 5 പേർക്ക് മക്കളുള്ള കൃപ കൊടുക്കണം എന്ന് അവിടെ വിളിച്ചു പറഞ്ഞു. അപ്പം തന്നെ ഈശോയെ ഒരെണ്ണം എനിക്കായിരിക്കും എന്നപ്പം തന്നെ നമ്മൾ തീരുമാനമെടുത്ത്. അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ പ്രസവം നേരത്ത് ഭയങ്കര ഇതുള്ള നേരം വരുന്നു, കൊച്ചിനെ കിട്ടൂല, അല്ലെങ്കിൽ അങ്ങനെ 2 പേരുടെ ഇത് പറഞ്ഞ് അങ്ങനെ ഒരു കുഴപ്പമില്ലാണ്ട് എല്ലാം നടന്ന് ദൈവം അപ്പോഴേ ഞാൻ പറഞ്ഞ് ഉദരത്തിൽ വെച്ച് എൻ്റെ മോനെ തിരഞ്ഞെടുത്ത്. അത് കഴിഞ്ഞ് കൊച്ചി വലുതായി വന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. നല്ല 2 മക്കളെയും തന്ന ദൈവം പാവപ്പെട്ട 2 മക്കളായിരുന്നു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ഇതും ചോദിക്കും എങ്ങനെയാണ് എന്ന് പറയുമ്പോൾ എനിക്ക് അച്ഛനാകണം എന്ന് പറഞ്ഞു. അപ്പോൾ 10ാം ക്ലാസ്സിൽ വെച്ചും ഇങ്ങനെ എന്നെ പറഞ്ഞപ്പോൾ ടീച്ചർമാർക്കും ഒരു ഇതുണ്ടായിരുന്നില്ല, എങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ ഇയാൾ നല്ല ഇത്തിരി ഇതുള്ള ആളായിരുന്നു. അങ്ങനെയൊക്കെ അതുകൊണ്ട് എങ്ങനെയായിരിക്കും ഇവൻ നിൽക്കുക ഇല്ലേ എന്നുള്ള അറിയില്ല. അപ്പം പിന്നെ 10 കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഇങ്ങനെ പോകണം എന്ന് പറഞ്ഞ് അച്ഛനാകണം എന്നുള്ള ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു യൂണിറ്റിലുമൊക്കെ പറയുമ്പോൾ പറയും പിന്നെ അച്ഛനാകണം എന്നുള്ള എന്ത് ചോദിച്ചാലും കൈവെക്കണത് അച്ഛനാകണം എന്നുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് കൊച്ചി ഇങ്ങനെ എനിക്ക് തീർച്ചപ്പെടുന്നു അച്ഛനാകണമെന്നുള്ളത്. അപ്പം നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം കൊണ്ട് പിന്നെ വിട്ടു പോകുമല്ല, ആ ഒരു വേദന നമുക്കുണ്ടായിരുന്നു. എന്നാലും ഒരു കുഴപ്പമില്ല, മോൻ അങ്ങനെ തീരുമാനം എടുത്തെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ വിട്ടുകൊടുത്തതാണ് കൊച്ചിനെ. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, പ്രയാസം ഉണ്ടായിരുന്നു. നമ്മൾ ആക്കേച്ചും വരുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു, കരച്ചിലും. ഇപ്പോഴും അതിന് മാറ്റമൊന്നുമില്ല. ഇപ്പോഴും കാണാൻ പോയി വരുമ്പോഴും എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ആ ഒരിത്. അപ്പം ഞങ്ങൾ കാണാൻ ചെല്ലുമ്പോൾ 2ാമത്തെ ആളെയും കൊണ്ട് പോകുമ്പോൾ സെമിനാരിൽ ചെല്ലുമ്പോൾ കൊച്ചു പറയും
ഇവിടെ 4-ാം സ്ഥലം ഒഴിയിട്ടാന്ന് പറയും. അമ്മയും മോനും കണ്ടുമുട്ടുന്ന ആ ഒരു ഇത് ഇളയാൾ അങ്ങനെ പറയും. അപ്പോൾ പോന്ന് കഴിയുമ്പോൾ അവന് സങ്കടമാണ്, പക്ഷെ അവൻ കാണിക്കൂല, പുറത്ത് കാണിക്കൂല സങ്കടങ്ങളൊക്കെ. അങ്ങനത്തെ ഒരു കൊച്ചാണ്. എന്ത് വേണേലും ചേട്ടക്കെന്നുള്ള ഒരു രീതിയാണ് കൊച്ച് ചെയ്യണത്. എന്ത് നല്ല നല്ല സാധനങ്ങളായാലും അവനായിട്ട് അവൻ ഉപയോഗിക്കൂല, അതിനെല്ലാം ലിബിമോന് കൊടുത്തേരെന്നുള്ള ഒരിതാണ്. അങ്ങനെ എല്ലാം ഒഴിഞ്ഞു കൊടുക്കണ ഒരു കൊച്ചാണത്. നമസ്കാരം, എൻ്റെ പേര് ലിയോ. ഞാൻ ലിബിനച്ഛൻ്റെ അനിയനാണ്. ഇത് തുടക്കം ചേട്ടൻ അച്ഛനാൻ പോകുന്ന ചെറുതിൽ മുതൽ പറഞ്ഞിട്ടിരിക്കണം. കാരണം ആ ഒരു പോണ വരെ അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്കുണ്ടായിരുന്നില്ല. പെട്ടെന്ന് എല്ലാ ദിവസവും ഒരുമിച്ച് ഇരുന്നിട്ട് ഒരു ദിവസം പോകുമ്പോൾ ഉള്ളൊരു അത് ഇത്തിരി കുറച്ച് നാൾ എടുത്തു അതൊന്ന് മാറി വരാൻ വേണ്ടി. ഞാൻ എല്ലാ ദിവസവും ഒരുവിധം ആഴ്ചയിൽ ഞാനും അമ്മയായിട്ട് പോയി വിസിറ്റ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഈ അച്ഛനായിക്കഴിഞ്ഞ ശേഷം അത്ര നാൾ വരെ ചേട്ടനെന്നുള്ള രീതിയിൽ മാത്രമേ കണ്ടിരുന്നിട്ടുള്ളൂ. അച്ഛനായിക്കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു വസ്ത്രം ധരിച്ചു കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവർ ചേട്ടനോട് കാണിക്കുന്ന റെസ്പെക്റ്റും അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു അഭിമാനം എന്നുള്ള രീതിയിലാണ്. അപ്പനും ഈ ഒരു വഴിക്കായത് കാരണം പൊതുവെ ഞാനും ഇതിലോട്ട് പാലിയേറ്റീവിലോട്ട് കയറി. ഇപ്പോൾ കൊച്ചച്ഛനായിരിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ഫാമിലിയും കൂടി ചേട്ടനെ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോഴും അവിടുത്തെ ഇടവകാംഗങ്ങൾ ചേട്ടനോട് പെരുമാറുന്ന രീതിയും അവരൊരു ഫാമിലി പോലെ ചെയ്യുമ്പോൾ ഇടവകാംഗങ്ങൾ പറയും ഞങ്ങൾക്ക് ഇങ്ങനത്തെ നല്ലൊരു അച്ഛനെ തന്നതിൽ എൻ്റെ അമ്മയോട് നന്ദിയൊക്കെ പറയുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷം വരുത്തുന്ന കാര്യങ്ങളാണ്. തിയോളജി പഠിക്കാനായിട്ട് സെമിനാറിൽ നിന്ന് ബാംഗ്ലൂർ സെയിൻറ്റ് പീറ്റേഴ്സിലേക്കാണ് അയച്ചത്. ശരിക്കും ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഒരു ദൈവവിളിയെ ഇങ്ങനെ ശരിക്കും ചോദ്യം ചെയ്ത സമയമായിരുന്നു ആ ഒരു ടൈം, പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയർ തിയോളജിയിൽ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഫസ്റ്റ് 1-2 മാസങ്ങൾ ശരിക്കും ഭയങ്കര ഡൗൺ ആയിരുന്നൊരു, എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത് എന്നൊക്കെയുള്ളൊരു ചോദ്യം ഇങ്ങനെ മനസ്സിൽ കുറേ ഉണ്ടായിരുന്നു. ആ സമയത്ത് ബാക്കിയൊരു കാര്യങ്ങളിലേക്കും പോകാതെ അല്ലെങ്കിൽ പഠിത്തത്തിലേക്ക് മാത്രമൊക്കെ ഇങ്ങനെ ആയിപ്പോയി, ഭയങ്കരമായിട്ട് ശരിക്കും പ്രയർ എന്നൊക്കെ ഒരു മാറിപ്പോയ സമയമായിരുന്നു ഈ ഒരു ഫസ്റ്റ് ഇയർ തിയോളജി കാലഘട്ടം. ആ സമയത്ത് സ്പിരിച്വൽ ഫാദറായിട്ട് കിട്ടിയത് ഒരു ഫ്രാൻസിസ്കൻ വൈദികനെയാണ്. അദ്ദേഹം ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് അച്ഛനെ ഒരു ചോദ്യം ചോദിച്ചു, നീ ശരിക്കും എന്തിനാണ് അച്ഛനാവാൻ വന്നേക്കണേ, അല്ലെങ്കിൽ അച്ഛനാകുക എന്നുള്ള മാത്രമാണ് നിൻ്റെ ലക്ഷ്യം, അങ്ങനെയാണെങ്കിൽ നീ വീട്ടിലേക്ക് പോകുന്നതല്ലേ. കാരണം ആ ഒരു ലക്ഷ്യം കണ്ടു കഴിയുമ്പോൾ പിന്നെ നിൻ്റെ ലൈഫ് ഒരു ബിഗ് സീറോ ആയിട്ട് മാറും. ഒരു സമയം നീ അച്ഛനാവും, പിന്നെ നിനക്ക് അതിൻ്റെ അപ്പുറം ലക്ഷ്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ശരിക്കും എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നത് എന്നുള്ളത് ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് എനിക്ക് ആ ഒരു ലക്ഷ്യം പലപ്പോഴും ഇങ്ങനെ മറന്നുപോയിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ അച്ഛനാകുന്നത്? അപ്പോൾ ആ ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു അച്ഛൻ്റെ ആ ഒരു ചോദ്യവും. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ഫസ്റ്റ് ഇയറിൽ തന്നെ സെപ്റ്റംബർ ആയപ്പോഴേക്കും എന്തോ ഭാഗ്യവശാൽ വീട്ടിലേക്ക് വരാനുള്ളൊരു ചാൻസ് കിട്ടി. ഒരു ദിവസത്തേക്കാണ് ചാൻസ് കിട്ടി. ആ വീട്ടിലേക്ക് വന്നിട്ട് അമ്മയും അപ്പയൊക്കെ ഒന്ന് കണ്ട് അവരോട് സംസാരിച്ചിട്ട് തിരിച്ച് ചെന്ന ഞാൻ പിന്നെ ഒരിക്കലും ആ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. അന്ന് അപ്പയും അമ്മയും പറഞ്ഞ കാര്യങ്ങൾ തന്നെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പറഞ്ഞിരുന്നു, ശരിക്കും നീ അച്ഛനാകാൻ പോയിരിക്കുന്നത് നിൻ്റെ മാത്രം കഴിവുകൊണ്ടല്ല, കുറേ ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ അവർ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കുറേ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവർക്കുള്ള സ്വപ്നങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ഞാനൊരു വൈദികനായി തീരേണ്ടത് എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ഉത്തരം അവിടെ എനിക്ക് കിട്ടി. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ആ ഒരു 1-2 മാസക്കാലം ശരിക്കും ലൈഫിൽ വളരെ 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 ചാലഞ്ചിങ് ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് ഡയക്നേറ്റ് വരെ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് പോയി. പഠനമാകട്ടെ, പ്രാർത്ഥനയാവട്ടെ, അവിടുത്തെ മിനിസ്ട്രി ആകട്ടെ, എല്ലാ കാര്യത്തിലും നന്നായിട്ട് ചെയ്യാനായിട്ടൊക്കെ സാധിച്ചു. പിന്നീട് ഡയക്നേറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് കുറച്ച് മാസക്കാലം കൂനമാവിലും അവിടെ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ്റെ കൂടെ ആയിരുന്നു. ആ സമയത്താണ് ശരിക്കും പ്രാർത്ഥന എന്താണെന്ന് അച്ഛൻ പറഞ്ഞു തന്നത്, കാണിച്ചു തന്നത്. ദിവ്യകാരണത്തിന് മുമ്പിൽ മണിക്കൂറുകളോളം ഇരുന്നു കൊണ്ട് നീ ഒരു വൈദികനായി തീരണമെങ്കിൽ ദിവ്യകാരണത്തെ സ്നേഹിച്ച് തുടങ്ങണമെന്നൊക്കെ അച്ഛനൊന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട്. അവസാനമായിട്ട് അച്ഛൻ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, ഒരു ബുക്ക് കാണിച്ചു തന്നിട്ട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഇതൊന്ന് വായിക്കണം നീ, ഇൻ സിനു ജേസു എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെയായിരുന്നു, ഈശോയുള്ള തിരുഹൃദയത്തിൻ്റെ സ്നേഹം
ദിവ്യകാരുണ്യത്തോടുള്ള സ്നേഹമാണ് പൗരോഹിത്യം. ആ പൗരോഹിത്യത്തെ സ്നേഹിക്കുവാനാണ് അച്ഛനെന്ന് പഠിപ്പിച്ചത്. പിന്നീട് ഒരു സംശയവും മനസ്സിലുണ്ടായിട്ടില്ല എന്തിനു വേണ്ടിയിട്ടാണ് അച്ഛനാവുന്നതെന്നോ ഞാൻ അച്ഛനായിട്ട് എന്ത് ചെയ്യണമെന്നോ. കാരണം ഈശോയുടെ ആ ഒരു സ്നേഹം, സന്തോഷം കൊടുക്കുവാനായിട്ടാണ് നല്ലൊരു വൈദികനായി തീരേണ്ടതെന്ന് അന്ന് മനസ്സിലായി. ഇത്രയും നാൾ 23 വർഷത്തോളം കാലം കർത്താവിനോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ ആ വാക്കുകളൊക്കെ തന്നെയാണ് എപ്പോഴും ഇങ്ങനെ ഊർജ്ജമായിട്ട് നിൽക്കുക. നീ തേടുന്ന സന്തോഷത്തിൻ്റെ പേരാണ് ക്രിസ്തു. ഈ ഒരു വാക്യം എപ്പോഴും ഇങ്ങനെ മനസ്സിൽ നിൽക്കാറുണ്ട്. പലപ്പോഴും സെമിനാരിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് പറഞ്ഞു നോക്കുന്നൊരു കാര്യമാണ്. കുറേ ആളുകളിങ്ങനെ സംശയത്തോടു കൂടെ തൻ്റെ വൊക്കേഷൻ കാണുമ്പോൾ അവരോടൊക്കെ പറയാനായിട്ട് സാധിക്കുന്നൊരു കാര്യം, നീ തേടുന്ന സന്തോഷത്തിൻ്റെ യഥാർത്ഥ പേര് ക്രിസ്തു എന്നാണ്. യേശുപ്രവാചന പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നിൻ്റെ ദൈവവും കർത്താവുമായി ഞാൻ നിൻ്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, നിൻ്റെ പേര് ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മളെ വിളിച്ചവൻ എപ്പോഴും വിശ്വസ്തനാണ്. ആ വിളിച്ചവൻ നമ്മളുടെ കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കി തുടങ്ങിയാൽ നമ്മളിങ്ങനെ പുറത്തന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷം ശരിക്കും നമ്മുടെ ഉള്ളിൽ തന്നെ ഈശോ നൽകുമെന്ന് മനസ്സിലാക്കി തുടങ്ങിയാൽ നമ്മൾ ഒരിക്കലും ഈ വൊക്കേഷൻ എന്ന കാര്യത്തിൽ നിന്ന് തെന്നിമാറുകയില്ല. അതുപോലെ തന്നെ എല്ലാ സെമിനാരിയൻസിനോടും അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ആകാനൊക്കെ ആയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സംശയത്തോടു കൂടി ആയിരിക്കുന്ന എല്ലാവരോടും ഷെയർ ചെയ്യാൻ പറ്റിയ കാര്യം തന്നെയാണ്. ഒരിക്കലും സംശയിക്കേണ്ടതില്ല. കാരണം വിളിച്ചവൻ വിശ്വസ്തനാണ്. അവനോട് കൂടെ ആയിരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം മറ്റ് എവിടെ നോക്കിയാലും നമുക്ക് കിട്ടില്ല. അതിൻ്റെ അനുഭവം ജീവിതത്തിലോടുകൂടെ ഇങ്ങനെ പങ്കുവയ്ക്കാനായിട്ട് സാധിച്ചതിൽ ദൈവം നന്ദി പറയുകയാണ്. നമ്മൾ തേടുന്ന സന്തോഷം നമ്മുടെ ഹൃദയത്തിലുണ്ട്. അതിൻ്റെ പേരാണ് ക്രിസ്തു.